നാവ് ചൊറിയുന്നുണ്ട്. അതായത് PK കുഞ്ഞാലിക്കുട്ടി പറഞ്ഞ കമ്പനി തന്നെ ടാറ്റയുടെ കമ്പനിയല്ല. പിന്നെ വേറൊരു കാര്യം ഞാൻ പറയട്ടെ, ഈ ടാറ്റ പോലുള്ള ഒരു വലിയ വ്യവസായ ഗ്രൂപ്പിൻ്റെ പ്രതിനിധികൾ നിരന്തരമായി ആൾക്കാരുമായി ചർച്ച ചെയ്തുകൊണ്ടിരിക്കും. അവരെത്രയോ ആൾക്കാരെ കാണാറുണ്ട്. ആ കാണുന്നത് മുഴുവൻ 10,000 കോടി മുടക്കാൻ വേണ്ടിയാണോ? 10,000 കോടി മുടക്കാൻ വേണ്ടിയാണോ? നിങ്ങൾ സതീശൻ്റെ പ്രശ്നം എന്ന് പറഞ്ഞാൽ 10,000 കോടി അത് കണ്ടിട്ടില്ലേ? ലോകത്തേതെങ്കിലും അതെ, എനിക്ക് സത്യം പറഞ്ഞാൽ നാവ് ചൊറിയുന്നുണ്ട്. അതായത് PK കുഞ്ഞാലിക്കുട്ടി പറഞ്ഞ കമ്പനി തന്നെ ടാറ്റയുടെ കമ്പനിയല്ല. പിന്നെ വേറൊരു കാര്യം ഞാൻ പറയട്ടെ, ഈ ടാറ്റ പോലുള്ള ഒരു വലിയ വ്യവസായ ഗ്രൂപ്പിൻ്റെ പ്രതിനിധികൾ നിരന്തരമായി ആൾക്കാരുമായി ചർച്ച ചെയ്തുകൊണ്ടിരിക്കും. അവരെത്രയോ ആൾക്കാരെ കാണാറുണ്ട്. ആ കാണുന്നത് മുഴുവൻ 10,000 കോടി മുടക്കാൻ വേണ്ടിയാണോ? 10,000 കോടി മുടക്കാൻ വേണ്ടിയാണോ? നിങ്ങൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യമുണ്ട്. നിങ്ങൾക്ക് ഇവിടെ ഡൽഹിയിലെ മാധ്യമപ്രവർത്തകരല്ലേ? ബ്ലൂംബർഗ് എന്ന് പറയുന്നത് ലോകത്തിൽ തന്നെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ഫൈനാൻഷ്യൽ ന്യൂസിൻ്റെ ഡേറ്റ കമ്പനിയാണ്. ബ്ലൂംബർഗ് പോലുള്ള ഒരു മാധ്യമത്തോട് 20-22 ലിസ്റ്റഡ് കമ്പനികളുള്ള ഒരു ടാറ്റ വ്യവസായ സാമ്രാജ്യം കേരളത്തിൽ 10,000 കോടി രൂപ മുടക്കാൻ പോവുകയാണ്, ഞങ്ങൾ ഭൂമി അലോട്ട് ചെയ്യാൻ പോവുകയാണെന്ന് ഒരു മുഖ്യമന്ത്രി പറഞ്ഞു കഴിഞ്ഞാൽ അത് ആ കമ്പനിയുടെ ഭാഗധേയത്തെ നിർണ്ണയിക്കുന്നതിൽ എത്രത്തോളം പങ്കുവഹിക്കും. അതുകൊണ്ടല്ലേ ടാറ്റ വരണ്ടിട്ട് വിസ്തീർണം പറഞ്ഞത്, ഇല്ലാത്ത കാര്യമാണ് പറയുന്നതെന്ന്. ലോകത്ത് ഏതെങ്കിലും ഒരു മുഖ്യമന്ത്രി ഇതുപോലുള്ള ഒരു പ്രസ്താവന നടത്തിയിട്ടുണ്ടോ? ആ 10,000 കോടിയെ ഇപ്പോൾ മുൻ ഇടതുപക്ഷ സർക്കാർ ഒപ്പുവെച്ച ഒരു MOU 300 കോടിയുടെ ഒരു കപ്പൽ ബോട്ടായി കേട്ടാ, അത് മനസ്സിലാക്കണേ. ബോട്ടിലേക്ക് വലിച്ചു കെട്ടാൻ വേണ്ടിയിട്ട് PRD നടത്തിയ ശ്രമവും ശ്ലാഘനീയമാണ്. ലോകത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു PR ദൗത്യമായിട്ട് അതിനെ കാണണം. കപ്പലിനെ ബോട്ടാക്കി മാറ്റുന്നു, 10,000 കോടിയെ 300 കോടിയാക്കി മാറ്റുന്നു. ഈ കുഞ്ഞാലിക്കുട്ടി യഥാർത്ഥത്തിൽ കുറച്ച് ഗൗരവം അർഹിക്കുന്ന ഒരു രാഷ്ട്രീയ നേതാവാണ്. അദ്ദേഹം ഇമാതിരി ഈ തല്ലിപ്പൊളി PR പരിപാടിക്ക് നിൽക്കരുതെന്നാണ് എനിക്ക് അദ്ദേഹത്തോട് പറയാനുള്ളത്.